അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കനും ബീഫും ഒന്നുമില്ലാതെ ഒരു അടിപൊളി ടേസ്റ്റിലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയാണ്. നമുക്ക് എപ്പോഴും ചിക്കനും ബീഫൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സോയാബീൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് പൊതിർത്തി നന്നായിട്ട് കഴുകി കുറേ പ്രാവശ്യം പിഴിഞ്ഞ് എടുത്തതാണ്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നും ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്നുണ്ട് അടിച്ചാൽ മതി. ഇനി ആ 2 സവാള ചെറിയതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കൊത്തി അരിയണം. ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പും മല്ലിച്ചപ്പും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴക്കുക. അല്പം ഉപ്പും ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്, അത് നന്നായിട്ട് പൊടിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളകോ മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ വെറും പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇതും വാട്ടിയെടുക്കുകയാണ് ചെയ്യുക എണ്ണയിൽ. ഇത് ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല, ഇതെന്തായാലും പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനും ഒന്നും വാട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടിയും വെച്ചിട്ടുണ്ട്. ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്, ഒരു കുപ്പിയുടെ മൂടി. അതിന് ഷേപ്പാക്കിയിട്ടാണ് ഞാൻ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഉരുട്ടിയിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഞാൻ ഈ ഒരു മുടിയുടെ ഇതിൽ ഷേപ്പാക്കി എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ ആ എണ്ണയിലൊന്നും ആ ബ്രെഡ് ക്രംസ് ഒന്നും ആവില്ല, നല്ല ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു കുപ്പിൻ്റെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ല കറക്റ്റിൽ ആ ഷേപ്പിൽ കിട്ടും. നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് അത് എടുക്കാനും പറ്റും. നല്ല ഈസി ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനൊക്കെ സുഖമാണ് ഇങ്ങനെയാവുമ്പം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്, ചെറിയ ചീനച്ചട്ടിയിൽ കൊണ്ടുള്ള. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് ഈ എണ്ണയിലൊന്നും ബ്രെഡ് ക്രംസ് ഒന്നും ആവില്ല, നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും ചെയ്യും. ഞാൻ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന രീതി മുന്നേ ബനാന കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നു, അതും ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശമൊക്കെ ഒരു ഭാഗം ഉരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും എണ്ണയിലൊന്നും ആയിട്ടില്ല, നല്ല ക്ലീനായിട്ട് നമുക്ക് കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. മറിച്ചിടുമ്പോഴൊന്നും അതിൽ ഒട്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം അതൊന്ന് പൊരിച്ചെടുക്കാൻ. തീ കൂട്ടിയാൽ നമ്മൾ മുകൾ ഭാഗം കരിഞ്ഞ് പോകും, ഉള്ളു വേവില്ല. അപ്പോൾ സാവധാനം വേണത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ എല്ലാം അതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമുക്ക് ചിക്കനും ബീഫൊന്നും കിട്ടില്ല. അപ്പോൾ ഈ സോയാബീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ട് കേക്കെടുത്താൽ ആ ഒരു സോയാബീൻ്റെ ആ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് പൊരിച്ച് നോക്കുക. പുറമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയും ആയി വീണ്ടും വരാം. താങ്ക് യു.